ഞാൻ ജീവിതത്തിൽ ഒരിക്കലും 30 വയസ്സിന് മുമ്പ് ചലച്ചിത്ര സംവിധായകനാവണമെന്ന് ആഗ്രഹിച്ചയോ തീരുമാനിച്ചോ ആളല്ല. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ സിനിമാക്കാരനാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ വരുന്നത് ആവള എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്. സിനിമയിലേക്കുള്ള ആക്സസ്, പാരൽ കോളേജ് വിദ്യാഭ്യാസ ജീവിതം, ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ സിനിമ ഒരുപാട് ദൂരെയായിരുന്നു. നമ്മുടെ സ്വന്തമായി വീട്ടിൽ ടി വി ഇല്ലാത്ത, ശനിയും ഞായറും തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി ടി വി കാണുന്ന ഒരു കാലത്ത് നിന്നാണ്, കൗമാരത്താണ് ഞാൻ കിടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സിനിമ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ പത്രപ്രവർത്തകനാവുക എന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതാറുണ്ടായിരുന്നു. അതായത് ലേഖനങ്ങൾ, ഫീച്ചറുകൾ ഒക്കെ എഴുതാറുണ്ടായിരുന്നു. അതിനു മുമ്പ് എഴുതിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ കവിതയായിരുന്നു. കവിത എഴുതാൻ അന്നും ഇന്നും, കവിത വായിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഈ കവിത എഴുതുന്ന സമയത്ത് ഇത് പ്രസിദ്ധീകരിച്ച് വരില്ല. കാരണം ഒന്നത് അതിന് പ്രസിദ്ധീകരണ യോഗ്യമായിരിക്കില്ല. അപ്പൊ അന്ന് പത്രാധിപ സുഹൃത്തുക്കളായിരുന്ന പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പരിചയമില്ല. അപ്പം മലപ്പുറത്ത് സ്കൂൾ അധ്യാപകനായിട്ട് ജീവിതം തുടങ്ങുന്ന 21-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അന്നുള്ള കവിത വായിക്കുന്ന അത്തരം ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ മനോരമയുടെ സ്ത്രീ ക്യാമ്പിലാണ് ആദ്യമായിട്ട് ഒരു ക്യാമ്പ് പങ്കെടുക്കുന്നത്. പിന്നെ മാതൃഭൂമിയുടെ അന്ന് എൻ്റെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു ഇതുണ്ടായിരുന്നു, അതുവഴി. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പേരൊന്നും ഇല്ലാത്ത ആളുകളുടെ കവിതയൊക്കെ പ്രസിദ്ധീകരിച്ചു വരാൻ സമയമെടുക്കും, അല്ലെങ്കിൽ എൻ്റെ കവിത മൂത്തിട്ടില്ല. അപ്പൊ ഈ സമയത്താണ് എന്നാ പിന്നെ ബൈലൈനൊക്കെ ഉണ്ടെങ്കിൽ കവിത ഒന്ന് ശ്രദ്ധിക്കുമായിരിക്കും. കാരണം പത്രാധിപരുടെ കയ്യിൽ ദിവസം 300-400 കവിത വരുന്ന ഒരു കാലമായിരുന്നു. അപ്പം ഒരു പേര് ഒന്ന് നോക്കിയിട്ട് അപ്പൊ അതങ്ങനെ പറയുകയും ചെയ്യും, ഞങ്ങള് കവിത എഴുതുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ലേഖനം, ഫീച്ചറൊക്കെ എഴുതാൻ തുടങ്ങുന്നത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ആളുകൾ അത് സ്വീകരിക്കുകയും പിന്നീട് പത്രാധിപരെ എങ്ങോട്ട് ചോദിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആയപ്പോൾ ഞാൻ ഫീച്ചർ എഴുതാൻ തുടങ്ങി. ലേഖനം ആഴ്ചപ്പതിപ്പുകളിൽ എഴുതുകയും ഫീച്ചർ എന്ന് വെച്ചാൽ ഭയങ്കര വായനക്കാരുണ്ടാവും അന്ന്, ഈ വാരാന്ത്യ പതിപ്പുകളുടെ കവർ സ്റ്റോറി ആയിട്ട് വരുമ്പോൾ. അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര് വായിക്കുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും ഉള്ളിൽ തട്ടുന്നത്.